ആദി, ഞാൻ വരുന്നില്ലടാ. ചെവി പൊട്ടുന്ന ചീത്തയാണ് അപ്പുറത്ത് നിന്ന് കേട്ടത്. നിനക്ക് തോന്നുമ്പോൾ പ്ലാൻ മാറ്റാൻ നീ ആരാ, തമ്പുരാട്ടിയോ? നീയും കൂടെ സമ്മതിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി അറേഞ്ച് ചെയ്തത്. ഇപ്പോൾ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഒരാവേശത്തിന് സമ്മതിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ രാത്രി നിന്റെ കൂടെ സിനിമയ്ക്ക്, അതും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയൊക്കെ എനിക്കാകെ പേടിയാകുന്നു. എല്ലാം പ്ലാൻ ആക്കിയതല്ലേ, വാച്ച്മാന് പൈസയും കൊടുത്തു. നീ ഒന്ന് ഇറങ്ങി വന്നാൽ മതി. ഒളിച്ചോടാനൊന്നും അല്ലല്ലോ വിളിക്കുന്നേ, സിനിമയ്ക്കല്ലേ. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിടാം. വരുന്നില്ല പ്ലീസ്. നീ വരും, വന്നേ പറ്റൂ, ഞാനാ പറയുന്നത്. അവൾ മെല്ലെ എഴുന്നേറ്റ് ഒരു ജീൻസും ടോപ്പും ഇട്ട് വളരെ മിതമായി ഒരുങ്ങി. ഉറങ്ങിക്കിടക്കുന്ന റൂംമേറ്റ് പ്രിയയെ ഒന്ന് നോക്കി, എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങി. നടന്ന് പുറത്ത് വാച്ച്മാൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഒന്നും സംഭവിക്കാത്ത പോലെ അയാൾ ഗേറ്റ് തുറന്നു തന്നു. പുറത്ത് അല്പം അകലെയായി പുതിയൊരു ബുള്ളറ്റുമായി ആദി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടരികെ തന്നെ ഒരു നീല നിറത്തിലുള്ള കാറ്. അവളൊന്ന് മടിച്ച് അടുത്തേക്ക് നടന്നു ചെന്നു. പെട്ടെന്ന് ആ കാറിൽ നിന്നും അറിയാവുന്ന 2 മുഖങ്ങൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് തലയിട്ട് 2 പേരും ഒരുമിച്ച് പറഞ്ഞു, ലച്ചു ഹായ്. അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. എന്നിട്ട് ആദിയോട് ചോദിച്ചു, നമ്മൾ 2 പേരും സിനിമയ്ക്ക് പോകാനല്ലേ പ്ലാൻ? എന്താ ഇപ്പോൾ നിന്റെ ഫ്രണ്ട്സ് എല്ലാം? നീ കയറ്, ഞാൻ പറയാം. കയറണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അവളുടെ മൊബൈൽ ശബ്ദിച്ചു. അവളത് പെട്ടെന്ന് പോക്കറ്റിൽ നിന്നെടുത്തു. പപ്പയാണ് വിളിക്കുന്നത്. ആദി പെട്ടെന്ന് പറഞ്ഞു, കട്ടാക്ക്. അവൾ കട്ടാക്കാൻ മടിച്ചു നിന്നു, ലച്ചു പറയുന്നത് കേൾക്കാൻ. പപ്പ അങ്ങനെ ഈ സമയത്ത് വിളിക്കാറില്ല. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ പ്ലീസ്. ലച്ചു, ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പോൾ പുറത്തുനിന്ന് സംസാരിച്ചാൽ പപ്പയ്ക്ക് മനസ്സിലാകും നീ ഹോസ്റ്റലിലല്ല എന്ന് ആദി പറഞ്ഞു. മനസ്സോടെ കട്ട് ചെയ്ത് മൊബൈൽ വീണ്ടും പോക്കറ്റിലിട്ടു. പപ്പ ചിലപ്പോൾ ഇനിയും വിളിക്കും. നീ ആ ഫോണൊന്ന് സൈലൻ്റ് ആക്കിക്കേ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി നീ വീണ്ടും മൂഡ് ഓഫ് ആകും. അവൾ സൈലൻ്റ് ആക്കാൻ മൊബൈൽ എടുത്ത പാടി വീണ്ടും പപ്പയുടെ കോൾ വരുന്നുണ്ടായിരുന്നു. അവൾ ആ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി. അവൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുമ്പോൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് എന്തോ അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. തിയേറ്റർ അധികം ദൂരമൊന്നും അല്ലാതിരുന്നത് കൊണ്ട് പെട്ടെന്നെത്തി. തിയേറ്റർ എത്തിയതും കാറിൽ നിന്നും 3 പേർ പുറത്തേക്കിറങ്ങി. അതിൽ 2 പേരെ അവൾക്കറിയാമായിരുന്നു. ഒരാൾ അല്പം പ്രായമുള്ള നരയൊക്കെ വന്ന മധ്യവയസ്കൻ ആയിരുന്നു. 3 പേരും ആദിയുടെ അടുത്ത് വന്ന് എന്തോ സംസാരിച്ചു നിന്നു. അവളോട് ചിരിച്ചു. കുറച്ചകലെ നിന്നിട്ട് പോലും അവരുടെ ദേഹത്ത് നിന്നും മദ്യം മണക്കുന്നുണ്ടായിരുന്നു. ആദി, അവൾ അവനെ അടുത്തേക്ക് വിളിച്ചു. നമ്മൾ 2 പേര് മാത്രം മൂവി കാണാൻ എന്നല്ലേ നീ പ്ലാൻ ചെയ്തിരുന്നത്? നീ എന്തിനാ ഇവരെയെല്ലാം കൂട്ടിയത്? ഫ്രണ്ട്സും പുതിയൊരാളും ഉണ്ടല്ലോ, അയാൾ ഏതാ? അവരെയെല്ലാം മദ്യം മണക്കുന്നു. എനിക്കെന്തോ ഇതൊന്നും ശരിയായി തോന്നുന്നില്ല. തിരിച്ചു കൊണ്ടുവിട്ടേക്ക്, ഞാനില്ല ഇനി പടത്തിന്. ആദിയുടെ മുഖം പെട്ടെന്ന് ചുവന്നു തൊടുത്ത ദേഷ്യം കൊണ്ട്. അവൻ അവളെ നോക്കി പല്ലിറുക്കി ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ഒരു ചിരിയോടുകൂടെ പറഞ്ഞു, നിനക്കറിയാലോ ഞാൻ അവരെ അപ്പാർട്ട്മെൻറ്റിലെ ഒരാഴ്ചയായിട്ട് താമസിക്കുന്നത്. ഞാൻ നിന്നോട് സിനിമയെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത് അവർ കേട്ടു. കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അവർ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നിന്റെ തന്ത കുടിക്കാറില്ലേ? അതുപോലെയാണെന്നങ്ങ് വിചാരിച്ചാൽ മതി. ഒന്നും മിണ്ടാതെ അവൾ തിയേറ്ററിനകത്തോട്ട് കയറി. നോക്കുമ്പോൾ ഒട്ടും ആൾക്കൂട്ടമില്ല. അങ്ങായിട്ട് 1-2 പേര് മാത്രം. അവൾക്കെന്തോ അകത്തേക്ക് കാലെടുത്ത് വെക്കാൻ തോന്നിയില്ല. അവിടെ 2ഉം കൽപ്പിച്ച് തിരിച്ചു നടന്നു. ആദ്യം അവളുടെ പിറകിൽ ഓടി വന്നു. നിക്ക്, നീ എവിടെ പോകുന്നു? ഞാൻ പോകുന്നു. എനിക്കിത് ശരിയായിട്ട് തോന്നിയില്ല. ആദിയുടെ പുറകെ തന്നെ മറ്റു 3 പേരും വന്നു. അങ്ങനെ പോകല്ലേ പെങ്ങളെ, അവിടെ നിൽക്ക്, സിനിമ കണ്ടിട്ട് പോവാം. അവരിൽ ഒരാൾ അവളോട് പറഞ്ഞു. അവൾ ആദിയെ നോക്കി പറഞ്ഞു, മതി, എന്നെ തിരിച്ചു കൊണ്ടുവിടാൻ. അവൻ അവളുടെ കയ്യിൽ ശക്തമായി വേദനിക്കുന്നത് പോലെ പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വന്നെങ്കിൽ സിനിമ കണ്ടിട്ടേ പോകൂ, അത് ഞങ്ങളുടെ കൂടെ ഇരുന്ന്. അവൾ അവനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കിയിട്ട് പറഞ്ഞു, കൈയെടുക്കടാ. കൈയെടുത്തില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. കാണണോ നിനക്ക്? ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഞാൻ പഠിക്കുന്ന കോളേജിൽ തന്നെ നിന്നെ ചേർത്തത് പിന്നെ എന്തിനാണെന്ന് വിചാരിച്ചടി? പഠിപ്പിച്ച് കളക്ടർ ആക്കാനാണോ? ഞാൻ ഇവരുടെ കൂടെ കിടക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, സിനിമയ്ക്ക് പോകാനല്ലേ. അതിനെന്താ നീ ഇത്രയും കിടന്ന് തുള്ളുന്നത്? ഓവറാക്കിയാൽ നാളെ നീ പെട്ടിയും കിടക്കയും കൊണ്ട് നിന്റെ തന്ത കഴിവേരുടെ വീട്ടിൽ കിടക്കും. കോളേജ് ഫീ ആദി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വരരുത്. അവൾ അതുവരെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന കണ്ണുനീർ തുടച്ചു. എന്നിട്ട് അവരെ തട്ടിമാറ്റി വീണ്ടും പുറത്തേക്ക് നടന്നു. പുറകിൽ അവൻ അവളെ ഉറക്കെ ചീത്ത വിളിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. വീണ്ടും ഒഴുകി വന്ന കണ്ണ് തുടച്ചുകൊണ്ട് അവൾ മുന്നോട്ട് തന്നെ നടന്നു. റോഡിലെത്തിയപ്പോൾ അവൾ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു കയറിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പോണ?
അവൾ പോക്കറ്റിൽ നിന്നും മൊബൈൽ പുറത്തെടുത്തു, സ്വിച്ച് ഓൺ ചെയ്തു. മൊബൈലിൻ്റെ ഡിസ്പ്ലേയുടെ വെളിച്ചത്തിൽ ഡ്രൈവർക്ക് അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകുന്നത് കാണാമായിരുന്നു. എന്നാച്ചു പാപ്പ, ഏതാവത് പ്രശ്നയാ? ഹെൽപ്പ് വേണമാ? ഒന്നുമില്ല അണ്ണാ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പാലക്കാട്ടേക്ക് ട്രെയിൻ കിട്ടുമോ? അവൾ തമിഴ് കലർന്ന മലയാളത്തിൽ ചോദിച്ചു. ബസ് സ്റ്റാൻഡ് വിടട്ടുമാ പാപ്പ? അங்கே ബസ് കിടക്കും. ബസ് താൻ സേഫ്. 2 hours പാലക്കാട് റീച്ച് ആയിടും. ഓക്കെ, താങ്ക് യു അണ്ണാ. ബസ് സ്റ്റാൻഡ് പോങ്കോ. ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ അവൾ ഇറങ്ങി ബാഗിൽ നിന്നും 100 രൂപ എടുത്തു കൊടുത്തു. ബാക്കി വാങ്ങിക്കാൻ നിൽക്കാതെ അവൾ ബസ് സ്റ്റാൻഡിനകത്തോട്ട് നടന്നു. പാലക്കാട് എന്ന് എഴുതിയ ബസ്സിൽ കയറിയിരുന്ന് അവൾ മൊബൈലെടുത്ത് പപ്പയെ വിളിച്ചു. ആദിയുടെ 15ഓളം മിസ് കോൾ ഉണ്ടായിരുന്നു. മെസ്സേജ് അതൊന്നും നോക്കാൻ പോയില്ല. ഒരുപാട് റിങ് പോയിട്ടും പപ്പ കോൾ എടുത്തില്ല. ചിലപ്പോൾ ഉറങ്ങിക്കാണും അവൾ വിചാരിച്ചു. ബസ്സിൻ്റെ സീറ്റിലോട്ട് ചാരി നിന്ന് കണ്ണടച്ച് അവൾ അങ്ങനെ പുറകോട്ട് ആലോചിച്ചു. ഓർമ്മ വെച്ച നാൾ മുതൽ പപ്പയും ഞാനുമായിരുന്നു. എനിക്ക് പപ്പ എന്ന് വെച്ചാൽ എൻ്റെ ജീവനായിരുന്നു. വൈകുന്നേരം ആയാൽ 2 എണ്ണം അടിച്ചിട്ടൊക്കെ വന്നിരുന്ന ആഹാരമൊക്കെ ഉണ്ടാക്കി തന്ന് എത്ര സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. അന്നൊന്നും എൻ്റെ പപ്പ കുടിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോഴാണ് ആദ്യം പരിചയപ്പെടുന്നത്. നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പണക്കാരൻ്റെ മോൻ. അവൻ്റെ ലൈഫ് തന്നെ ആർഭാടമായിരുന്നു. അവൻ എൻ്റെ പപ്പയെ എപ്പോഴും കുടിക്കാരൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പതിയെ പതിയെ പപ്പ കുടിക്കാരനാണെന്നുള്ള വെറുപ്പ് എൻ്റെ മനസ്സിലും ഉറച്ചു. അവനുമായി അടുക്കും തോറും ഞാൻ പപ്പയിൽ നിന്ന് അകന്നുകൊണ്ടിരുന്നു. എൻ്റെ അകൽച്ച പപ്പയെ തളർത്തി. എൻ്റെ പപ്പയെ വീണ്ടും കുടിയിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യമായുള്ള ബന്ധം പപ്പ അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എതിർത്തു. അവരൊക്കെ വലിയ ആൾക്കാരാണ്, ഈ ബന്ധം നിനക്ക് ദോഷമേ ചെയ്യൂ. അങ്ങനെ പലതും പപ്പ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആദ്യക്കെന്നെ വലിയ ഇഷ്ടമാണ്. ഇനി അവരെ വീട്ടുകാർക്ക് എന്നെ വേണ്ട എങ്കിൽ അത് ഞാൻ കാരണമല്ല, പപ്പ കാരണമാണ്. പപ്പ ഇങ്ങനെ കുടിച്ച് നടക്കുന്നത് കൊണ്ടാണ് നാട്ടിൽ മൊത്തം എനിക്ക് മോശപ്പേര്. ഞാനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. എൻ്റെ ജീവിതത്തിന് തടസ്സം നിൽക്കരുത്. കൈകൂപ്പിക്കൊണ്ട് ഞാൻ അത് പറഞ്ഞതിൽ പിന്നെ പപ്പ എന്നോട് ഇക്കാര്യത്തെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. പിന്നീട് അങ്ങോട്ട് കൂടെ താമസിച്ച ഇക്കാലം അത്രയും വീട്ടിൽ ഒരു തരം തളം കെട്ടിയ നിശബ്ദതയായിരുന്നു. +2 കഴിഞ്ഞ് ആദ്യയോടൊപ്പം കോയമ്പത്തൂറുള്ള ഒരു വലിയ കോളേജിൽ ചേരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും പപ്പ ഒന്നും മിണ്ടിയില്ല. പൊയ്ക്കോ എന്നോ പോകണ്ട എന്നോ ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാമായിരുന്നു പപ്പയ്ക്ക് ഇഷ്ടമല്ല എന്ന്. എന്നിട്ട് ഞാൻ ആദ്യം വിശ്വസിച്ച് ഇറങ്ങി. ഓരോന്നും ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതിയെന്ന് തോന്നി. പപ്പയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അത് മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരു വട്ടം കൂടി മൊബൈലെടുത്ത് പപ്പയെ വിളിച്ചു നോക്കി. ഇല്ല, റിങ് പോയതല്ലാതെ കോൾ എടുത്തില്ല. സീറ്റിൽ ചാരിയിരുന്ന് എപ്പോഴോ മയങ്ങിപ്പോയി. പാലക്കാട് പാലക്കാട് എന്ന ഒച്ച കേട്ടാണ് അവൾ എണീറ്റത്. 3 മണി ആവാറായിരുന്നു. അവൾക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ ഒന്നും കഴിക്കാൻ നിന്നില്ല. ഓട്ടോയിൽ കയറി. ചേട്ടാ, റെയിൽവേ കോളനി. ഓട്ടോ അവിടെ എത്താൻ 1/2 മണിക്കൂർ എടുത്തു. ഓട്ടോക്കാരൻ വീട് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടു. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് മൊബൈലെടുത്ത് അവൾ വീണ്ടും പപ്പയെ വിളിച്ചു. ആരും കോൾ എടുത്തില്ല. അയൽവക്കത്തെ മാത്യു അങ്കിളിൻ്റെ നമ്പറിലോട്ട് വിളിച്ചു. 2 റിങ് കഴിഞ്ഞപ്പോൾ അയാൾ കോൾ എടുത്തു. അങ്കിളെ, വീട് പൂട്ടിയിരിക്കുന്നു. പപ്പ എവിടെ പോയി? മോളെ, പപ്പ അങ്കിളിൻ്റെ കൂടെയുണ്ട്. ഞങ്ങളിവിടെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലുണ്ട്. എന്തുപറ്റി അങ്കിളെ? പപ്പയ്ക്ക് എന്തുപറ്റി? പേടിക്കണ്ട മോളെ, ചെറിയൊരു നെഞ്ചുവേദന. നോർമലാണ്. ഞാനിവിടെ തന്നെയുണ്ട്. മോളൊരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് പോരൂ. ഇത് പറയാൻ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. തിരക്കായിരുന്നു എന്ന് തോന്നുന്നു. മോൾ കോൾ എടുത്തില്ല. അതിനവൾ ഉത്തരവൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും അവൾ കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു. ഓട്ടോക്കാരനോട് ജില്ലാ ആശുപത്രിയിലോട്ട് വിടാൻ പറഞ്ഞു. ആശുപത്രിയുടെ വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു മാത്യു അങ്കിൾ. കയ്യിൽ കിട്ടിയ പൈസ എടുത്തു കൊടുത്തിട്ട് വേഗം ഇറങ്ങി. അങ്കിളിൻ്റെ അടുത്തേക്ക് അവൾ ഓടി. അങ്കിൾ, എന്തുപറ്റി എൻ്റെ പപ്പയ്ക്ക്? കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഒന്നുമില്ലടാ, അവന് ചെറിയൊരു നെഞ്ചുവേദന. ഡോക്ടർ നോക്കിയിട്ട് 1-2 ദിവസം കിടക്കണമെന്ന് പറഞ്ഞു. നോക്കിക്കോ, നാളെ എണീക്കുമ്പോൾ എല്ലാം ശരിയാകും. അവളത് വിശ്വസിക്കാത്ത പോലെ അങ്കിളിൻ്റെ കണ്ണിലോട്ട് തുറച്ചു നോക്കി. അങ്കിൾ അവളുടെ മനസ്സ് വായിച്ച പോലെ പറഞ്ഞു, ചെറിയൊരു അറ്റാക്കാടാ. കുഴപ്പമില്ല, അവന് ഓക്കെ ആടാ, ശരിയായിക്കോളും. തളർന്നു പോകുന്ന അവളെ ചേർത്ത് പിടിച്ച് അയാൾ നിറകണ്ണുകളോടെ അവളോട് പറഞ്ഞു, നീയും തളർന്നു പോകരുത് മോളെ. നീ മാത്രമേ ഉള്ളൂ അവന്. നീ കൊടുക്കുന്ന ധൈര്യത്തിൽ വേണം അവനിനി എണീറ്റ് നടക്കാൻ. രാവിലത്തെ വിസിറ്റിംഗ് ടൈമിലാണ് അവൾക്ക് പപ്പയെ കാണാൻ കഴിഞ്ഞത്. ചെന്നവൾ 1-2 വട്ടം വിളിച്ചു, പപ്പ പപ്പ എന്ന്. അയാൾ കേട്ട പോലെ ഒന്ന് കണ്ണനക്കി. മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ കട്ടിലിൻ്റെ അരികിലിരുന്ന് അയാളുടെ പാദത്തിൽ പിടിച്ചുകൊണ്ട്
മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ചു. അവളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദിവസങ്ങൾക്ക് ശേഷം അയാൾ ജീവിതത്തിലേക്ക് പിച്ചവെച്ചു. കുഞ്ഞുനാളിൽ പിച്ചവെച്ചത് അമ്മയുടെ കൈ പിടിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ മോളുടെ കൈ പിടിച്ചിട്ടായിരുന്നു അയാൾ ജീവിതത്തിലേക്ക് നടന്നത്. അന്നു മുതൽ പപ്പയ്ക്ക് ഞാൻ അമ്മയായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന മോളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ തിരിഞ്ഞുകിടന്നു. എത്ര വട്ടം പറയും ലച്ചു നീ ഈ കഥ? അരികെ കിടക്കുന്ന ഭർത്താവ് ഒരു ചിരിയോടെ അവളോട് ചോദിച്ചു. ദിവസവും ഞാൻ ഇനിയും 1,00,000 പ്രാവശ്യം പറയും എൻ്റെ ചേട്ടാ, ഇതെൻ്റെയും എൻ്റെ പപ്പയുടെയും കഥയാണ്. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ കഥ നടന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടേതാകുമായിരുന്നില്ല. ഞാൻ മറ്റേ അവനെയും കെട്ടി വല്ല കളക്ടറും ആവുമായിരുന്നു. അവൾ ഊറിച്ചിരിച്ചു. അയാളും ആ ചിരിയിൽ ചേർന്നുകൊണ്ട് പറഞ്ഞു, അതെ അതെ, നീ എൻ്റെ ആവുമായിരുന്നില്ല. പപ്പയെ നോക്കാനായി നാട്ടിൽ നിന്നതുകൊണ്ടല്ലേ നീ ഒരു സ്കൂൾ ടീച്ചറായത്. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ കിട്ടിയത്. അല്ലെങ്കിൽ നീ വലിയ കളക്ടറൊക്കെ ആയിരുന്നെങ്കിൽ ഈ പാവ സ്കൂൾ മാഷിനെ പിന്നെ കിട്ടുമായിരുന്നോ? രണ്ടുപേരും ചേർന്ന് കിടന്ന് നിറഞ്ഞ മനസ്സോടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.